ഓം ശാന്തി 26/5/2024 അവ്യക്ത ബാബ്ദാദ റിവൈസ് കോഴ്സ് 31/12/1999. മുരളിയുടെ ടൈറ്റിലാണ് പുതിയ നൂറ്റാണ്ടിൽ തന്റെ പെരുമാറ്റത്തിലൂടെയും മുഖത്തിലൂടെയും ഫരിഷ്ത സ്വരൂപത്തെ പ്രത്യക്ഷപ്പെടുത്തൂ. ഇന്ന് ബാബ്ദാദ തന്റെ പരമാത്മാ പാലനയുടെ അധികാരി കുട്ടികളെ കണ്ട് ഹർഷിതമായിരിക്കുന്നു. സ്വയം പരമാത്മാ പാലന അനുഭവിച്ച് ജീവിക്കുന്നവർ എത്ര ഭാഗ്യവാനാണ്. ലോകത്തുള്ളവർ പറയും, ഞങ്ങളെ പരമാത്മാവ് പാലിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾ കുറച്ചാത്മാക്കൾ പ്രത്യക്ഷത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പരമാത്മാവിന്റെ പാലനയാണ്. പരമാത്മാ ശ്രീമതമാണ്. ആ ശ്രീമതമനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു, ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്രകാരം സ്വയം വിശേഷാത്മാവ് എന്ന് അനുഭവം ചെയ്യുന്നുണ്ടോ? സ്വന്തം മഹാനതകളെ അറിയുന്നുണ്ടോ? വർത്തമാന സമയത്ത് ബ്രാഹ്മണാത്മാക്കൾ മഹാന്മാർ തന്നെയാണ്. ഭാവിയിലും സർവശ്രേഷ്ഠ മഹാനാണ്. ദ്വാപരയുഗത്തിലും നിങ്ങളുടെ ജഡചിത്രം അത്രയും മഹത്തായി മാറുന്നു. ആരെങ്കിലും നിങ്ങളുടെ ചിത്രത്തിനു മുന്നിൽ വരികയാണെങ്കിൽ നമസ്കരിക്കുന്നു. നിങ്ങളുടെ മഹാനത ഇത്രയുമുണ്ട്. ഏതെങ്കിലും ആത്മാവിനെ കൃത്രിമ ദേവതയാക്കുന്നു എങ്കിൽ ലക്ഷ്മി നാരായണനോ ശ്രീരാമനോ ഏത് ദേവതയുടെ വേഷമിട്ടാലും ഏതുവരെ ആ ആത്മാവ് ദേവതയുടെ പാർട്ട് അഭിനയിക്കുന്നുവോ ആ സമയം വരെയും ഇത് സാധാരണ മനുഷ്യനാണ് ഈ പാർട്ട് അഭിനയിക്കുന്നത് എന്ന് അറിയാമെങ്കിലും എപ്പോൾ വരെ ദേവതാ രൂപത്തിന്റെ പാർട്ട് അഭിനയിക്കുന്നുവോ അവരെ നമിക്കുന്നു. നിങ്ങളുടെ രൂപത്തിന് മഹത്വമുണ്ട്. എന്നാൽ നാമധാരി ആത്മാക്കളെയും മഹാൻ എന്ന് മനസ്സിലാക്കുന്നു. എങ്കിൽ ഇങ്ങനെയുള്ള മഹാനത അനുഭവം ചെയ്യുന്നുണ്ടോ? അറിയുന്നു, മനസ്സിലാക്കുന്നു. എന്നാൽ പ്രത്യക്ഷ രൂപത്തിൽ സ്വയം അനുഭവം ചെയ്യുന്നുണ്ടോ? കാരണം അനുഭവം ചെയ്യുക എന്നതാണ് മൂല ആധാരം. ബാപ്ദാദ എല്ലാ കുട്ടികളെയും അനുഭവി മൂർത്തികളാക്കുന്നു. കേൾക്കുന്നവരോ മനസ്സിലാക്കുന്നവരോ മാത്രമല്ല, ഓരോരുത്തരുടെയും മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും അവരുടെ അനുഭവം തിരിച്ചറിയുന്നു. പെരുമാറ്റത്തിലൂടെ അവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നു. എങ്കിൽ തന്റെ പെരുമാറ്റം എങ്ങനെയുള്ളതാണെന്ന് നോക്കൂ. ബ്രാഹ്മണന്റെ രീതികളാണോ? ബ്രാഹ്മണൻ എന്നാൽ സദാ സമ്പന്ന ആത്മാവ്, ശക്തികളാലും സമ്പന്നൻ, ഗുണങ്ങളാലും സമ്പന്നൻ. അപ്പോൾ അതുപോലെയുള്ള അവസ്ഥയാണോ? ഇത് സാധാരണക്കാരായാലും അലൗകികമാണ് എന്ന് നിങ്ങളുടെ മുഖത്തിലൂടെ കാണുന്നുണ്ടോ? നിങ്ങളുടെ എല്ലാം ദൃഷ്ടി, വൃത്തി, വൈബ്രേഷൻ അലൗകികമായി അനുഭവം ചെയ്യുന്നുണ്ടോ? അവസാന ജന്മം വരെ നിങ്ങളുടെ ദിവ്യത, മഹാനത ജഡചിത്രങ്ങളിലൂടെ പോലും അനുഭവം ചെയ്യിക്കുന്നു. എങ്കിൽ വർത്തമാന സമയം ചൈതന്യ ശ്രേഷ്ഠ ആത്മാക്കളിലൂടെ അനുഭവം ഉണ്ടാകുന്നുണ്ടോ? ജഡചിത്രങ്ങൾ നിങ്ങളുടേത് തന്നെയല്ലേ? അമൃതവേള മുതൽ ഓരോ പെരുമാറ്റവും പരിശോധിക്കൂ. ഞങ്ങളുടെ ദൃഷ്ടി അലൗകികമാണോ? മുഖം സദാ ഹർഷിതമാണോ? ഏകരസവും അലൗകികവുമാണോ? അതോ സമയമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ? യോഗത്തിലിരിക്കുന്ന സമയം മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷ സേവനം ചെയ്യുന്ന സമയം മാത്രം അലൗകിക സ്മൃതി അല്ലെങ്കിൽ വൃത്തി ആണോ? അതോ സാധാരണ കാര്യങ്ങൾ ചെയ്യുന്ന സമയവും മുഖവും പെരുമാറ്റവും വിശേഷമായി അനുഭവപ്പെടുന്നുണ്ടോ? ആരെങ്കിലും നിങ്ങളെ നോക്കുമ്പോൾ ജോലിക്കാര്യങ്ങളിൽ വളരെ തിരക്കിലാണ്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്,
എന്നാൽ നിങ്ങളെ അലൗകികർ എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? അതിനാൽ പരിശോധിക്കൂ, സംസാര രീതികൾ, മുഖം സാധാരണ കാര്യത്തിലും വേറിട്ടതും പ്രിയപ്പെട്ടതുമായി അനുഭവം ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും ആത്മാവ് നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷനിലൂടെ, സംസാര രീതികളിലൂടെ ഇവർ അലൗകിക ഫരിഷ്തകളാണെന്ന് അവർ മനസ്സിലാക്കുമോ? കാരണം ഇപ്പോൾ സംഗമത്തിലെ ദിവസങ്ങളാണ്. പഴയവ പോയിക്കൊണ്ടിരിക്കുന്നു, പുതിയവ വന്നുകൊണ്ടിരിക്കുന്നു. എങ്കിൽ നവീനത വിശ്വത്തിനു മുന്നിൽ കാണിക്കുമോ? ഉള്ളിൽ ഓർമ്മയുണ്ട് അഥവാ മനസ്സിലാക്കുന്നുണ്ട്, ഇത് വേറെ കാര്യമാണ്. എന്നാൽ സ്ഥാപനയുടെ സമയത്തെക്കുറിച്ച് ചിന്തിക്കൂ. സ്ഥാപനയുടെ എത്ര സമയം നഷ്ടപ്പെട്ടു? നഷ്ടപ്പെട്ട സമയമനുസരിച്ച് ബാക്കി എത്ര സമയമുണ്ട്? എങ്കിൽ അനുഭവം ചെയ്യേണ്ടതുണ്ടോ? ധാരാളം നല്ല നല്ല പുരുഷാർത്ഥികൾ പുരുഷാർത്ഥവും ചെയ്യുന്നുണ്ട്, പറക്കുന്നുമുണ്ട്. എന്നാൽ ബാപ്ദാദ ഈ 21-ാം നൂറ്റാണ്ടിൽ നവീനത കാണാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും നല്ലവരാണ്, വിശേഷപ്പെട്ടവരാണ്, മഹാന്മാരുമാണ്. എന്നാൽ ബാബയുടെ പ്രത്യക്ഷതയുടെ ആധാരമാണ് സാധാരണ കാര്യങ്ങളിൽ ഇരിക്കുമ്പോഴും ഫരിഷ്തയുടെ പെരുമാറ്റവും അവസ്ഥയും. കാര്യം അങ്ങനെയായിരുന്നു, ജോലി അങ്ങനെയായിരുന്നു, പരിതസ്ഥിതി അങ്ങനെയായിരുന്നു, പ്രശ്നം അങ്ങനെയുള്ളതായിരുന്നു. അതിനാൽ സാധാരണത വന്നു. ഇങ്ങനെ കേൾക്കാൻ ബാബ്ദാദ ആഗ്രഹിക്കുന്നില്ല. ഫരിഷ്ത സ്വരൂപമെന്നാൽ സ്മൃതി സ്വരൂപത്തിലാണ്, സാകാര രൂപത്തിലാണ്. മനസ്സിലാക്കുന്നതിൽ മാത്രമല്ല, ഓർമ്മ മാത്രമല്ല, സ്വരൂപത്തിലാകണം. ഇങ്ങനെയുള്ള പരിവർത്തനമാകണം. ഏത് സമയമാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും അലൗകിക സ്വരൂപം അനുഭവമാകണം. ഇങ്ങനെയാണോ അതോ അല്പം മാറ്റമുണ്ടോ? ഏതുപോലെയാണോ കാര്യം അതിനനുസരിച്ച് തന്റെ സ്വരൂപം ആകരുത്. കാര്യങ്ങൾ എന്തിന് നിങ്ങളെ മാറ്റണം? നിങ്ങൾ കാര്യങ്ങളെ മാറ്റൂ. സംസാരം നിങ്ങളെ മാറ്റുമോ അതോ നിങ്ങൾ സംസാരം മാറ്റുമോ? എന്തിനെയാണ് പരിവർത്തനം എന്ന് പറയുന്നത്? പ്രായോഗിക ജീവിതത്തിന്റെ മാതൃക എന്ന് ആരെയാണ് പറയുന്നത്? സമയമനുസരിച്ച്, പരിതസ്ഥിതി അനുസരിച്ച് സ്വരൂപമായി. ഇത് സാധാരണക്കാരായവർക്കും സംഭവിക്കുന്നു. എന്നാൽ ഫരിഷ്ത അർത്ഥം ആരാണോ സാധാരണ അവസ്ഥ രീതികളിൽ നിന്ന് ഉപരിയായവർ. ഇപ്പോൾ നിങ്ങളുടെ വിഷയമില്ലേ സമയത്തിന്റെ വിളി? ഫരിഷ്ത അർത്ഥം അലൗകിക ജീവിത സ്വരൂപത്തെ കാണിക്കൂ. ഇതാണിപ്പോൾ നിങ്ങൾ വിശേഷ മഹാൻ ആത്മാക്കളെ പ്രതി സമയത്തിന്റെ വിളി. ഇത് സാധിക്കില്ലേ? ടീച്ചർമാർ പറയൂ, കഴിയുമോ? എപ്പോൾ ഉണ്ടാകും? കഴിയും എന്നത് വളരെ നല്ല കാര്യമാണ്. എപ്പോൾ ഉണ്ടാകും? 1 വർഷം വേണോ? 2000-ൽ മുഴുവനാകുമോ? 1 വർഷം വേണ്ട, കുറച്ചു സമയം മതി എന്ന് ആരാണ് മനസ്സിലാക്കുന്നത്? 6 മാസം, 6 മാസം ഇല്ലെങ്കിൽ 3 മാസം വേണോ? ഇതിൽ കൈ ഉയർത്തേണ്ട. നിങ്ങളുടെ സ്ലോഗൻ എന്താണ്? ഓർമ്മയുണ്ടോ? ഇപ്പോൾ ഇല്ലെങ്കിൽ ഒരിക്കലുമില്ല. ഇതാരുടെ സ്ലോഗനാണ്? ബ്രാഹ്മണരുടേതോ അതോ ദേവതമാരുടേതോ? ബ്രാഹ്മണരുടേത് തന്നെയല്ലേ? എങ്കിൽ ബാബ്ദാദ ഈ പുതിയ നൂറ്റാണ്ടിൽ ബാബ്ദാദ ഇതാണ് ആഗ്രഹിക്കുന്നത്. എന്ത് തന്നെ സംഭവിച്ചാലും അലൗകികത പോകരുത്. ഇതിനു വേണ്ടി 4 വാക്ക് മാത്രം ഓർമ്മിക്കണം. ഏതാണത്? അത് പുതിയ ഒരു കാര്യമല്ല, പഴയതാണ്. വീണ്ടും ഒന്ന് ഓർമ്മ പുതുക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ശുഭചിന്തകൻ, രണ്ടാമത്തേത്
ശുഭചിന്ത. മൂന്നാമത്തേത് ശുഭഭാവന. ഇവർ മാറിയാൽ ഞാൻ മാറും, ഇത് ഭാവനയല്ല. അവരെ പ്രതിയും ശുഭഭാവന, സ്വയത്തെ പ്രതിയും ശുഭഭാവന. ഇനി നാലാമത്തേത് ശുഭ ശ്രേഷ്ഠ സ്മൃതിയും സ്വരൂപവും. ശുഭം എന്ന വാക്ക് മാത്രം ഓർമ്മിക്കൂ. ഇതിൽ 4 കാര്യവും വരും. നമ്മൾ ഏതിലും ശുഭം എന്ന വാക്ക് ഓർമ്മയിൽ വെച്ചാൽ മാത്രം മതി. ഇത് വളരെ കേട്ടതാണ്, വളരെ കേൾപ്പിച്ചതാണ്. ഇപ്പോൾ സ്വരൂപത്തിൽ കൊണ്ടുവരുന്നതിൽ ശ്രദ്ധ വെക്കണം. ഇവർ തന്നെയാണ് ആയിത്തീരേണ്ടത് എന്ന് ബാപ്ദാദയ്ക്കറിയാം. ഇനി വരാനുള്ളവർ സാകാര രൂപത്തിൽ നിങ്ങളെ തന്നെയാണ് കാണുന്നത്. ഇന്ന് വർഷത്തിലെ അവസാന ദിവസമല്ലേ? അതിനാൽ ബാപ്ദാദ ഭൂരിഭാഗം കുട്ടികളുടെയും വാർഷിക കണക്ക് നോക്കി. എന്ത് കണ്ടിരിക്കും? മുഖ്യമായ ഒരു കാരണം കണ്ടു. ഇല്ലാതാക്കാനും നേരിടാനുമുള്ള ശക്തി കുറവാണെന്ന് ബാപ്ദാദ കണ്ടു. ഇല്ലാതാക്കുന്നുണ്ട്. തല കീഴായി കാണുന്നത്, കേൾക്കുന്നത്, ചിന്തിക്കുന്നത്, കഴിഞ്ഞു പോയതിനെ എല്ലാം ഇല്ലാതാക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ പറയാറില്ലേ, ഒന്ന് ബോധമനസ്സ്, മറ്റൊന്ന് ഉപബോധ മനസ്സ് എന്ന്. ഇല്ലാതാക്കുന്നുണ്ട്. എന്നാൽ മനസ്സാകുന്ന പ്ലേറ്റ് എന്ന് പറയാം, സ്ലേറ്റ് എന്ന് പറയാം, കടലാസ് എന്ന് പറയാം. എന്തു പറഞ്ഞാലും മുഴുവനായും ഇല്ലാതാകുന്നില്ല. എന്തുകൊണ്ടാണ് ഇല്ലാതാക്കാൻ സാധിക്കാത്തത്? അതിന്റെ കാരണമാണ് ഉൾക്കൊള്ളുവാനുള്ള ശക്തി ശക്തിശാലിയല്ല. സമയമനുസരിച്ച് ഉൾക്കൊള്ളുന്നുണ്ട്, എന്നാൽ വീണ്ടും സമയം വരുമ്പോൾ പുറത്തു വരുന്നു. അതിനാൽ ഏത് 4 കാര്യങ്ങളാണോ ബാപ്ദാദ കേൾപ്പിച്ചത് അവ സദാ ഉണ്ടാകുന്നില്ല. മനസ്സാകുന്ന പ്ലേറ്റ് അഥവാ പേപ്പർ മുഴുവൻ വൃത്തിയാക്കിയില്ല, മുഴുവൻ നശിപ്പിച്ചില്ല എങ്കിൽ അതിൽ പകരമായി നിങ്ങൾ വീണ്ടും നന്നായി എഴുതാൻ ആഗ്രഹിച്ചാലും വ്യക്തമാകുമോ? അതായത് സർവഗുണങ്ങളും സർവശക്തികളും ധാരണ ചെയ്യാൻ ആഗ്രഹിച്ചാലും സദാ പൂർണമായും ഉണ്ടാകുമോ? പൂർണമായും വൃത്തിയുള്ളതാണ്, വ്യക്തമാണ് എങ്കിൽ ഈ ശക്തികളെല്ലാം സഹജമായും കാര്യങ്ങളിൽ കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഇതാണ്, ഭൂരിഭാഗം പേരുടെയും മനസ്സാകുന്ന സ്ലേറ്റ് ക്ലിയറും ക്ലീനും അല്ല. അല്പാൽപം കഴിഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ പെരുമാറ്റങ്ങൾ, വ്യർത്ഥ കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യർത്ഥ സ്വഭാവ രീതികൾ സൂക്ഷ്മഭാവത്തിൽ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. എങ്കിൽ സമയം വരുമ്പോൾ സാകാര രൂപത്തിൽ പുറത്തുവരുന്നു. അതിനാൽ സമയമനുസരിച്ച് ആദ്യം പരിശോധിക്കൂ, സ്വയം പരിശോധിക്കൂ. മറ്റുള്ളവരെ പരിശോധിക്കുന്നതിൽ മുഴുകരുത്. കാരണം മറ്റുള്ളവരെ പരിശോധിക്കാൻ എളുപ്പമാണ്, സ്വയത്തെ പരിശോധിക്കാൻ പ്രയാസമായി തോന്നുന്നു. അതിനാൽ തന്റെ മനസ്സാകുന്ന പ്ലേറ്റ് പൂർണമായും ക്ലീനും ക്ലിയറുമാണോ എന്ന് പരിശോധിക്കൂ. ഏറ്റവും സൂക്ഷ്മമായ രൂപമാണ് തരംഗങ്ങൾ, അതായത് വൈബ്രേഷൻസ് നൽകുന്ന രൂപത്തിൽ ഇരിക്കുക. ഫരിഷ്ത എന്നാൽ പരിപൂർണമായും ക്ലീനും ക്ലിയറും. ഉൾക്കൊള്ളാനുള്ള ശക്തിയിലൂടെ നെഗറ്റീവിനെയും പോസിറ്റീവ് രൂപത്തിൽ പരിവർത്തനം ചെയ്ത് ഉൾക്കൊള്ളൂ. നെഗറ്റീവായി തന്നെ ഉൾക്കൊള്ളരുത്, പോസിറ്റീവിലേക്ക് മാറ്റി ഉൾക്കൊള്ളൂ. അപ്പോൾ പുതിയ നൂറ്റാണ്ടിൽ പുതുമ കൊണ്ടുവരാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം പറയട്ടെ, എന്താണ് കണ്ടതെന്ന് പറയട്ടെ, അതോ ഡോസ് കൂടുതലായോ? ബാപ്ദാദ ആദ്യമേ പറഞ്ഞ പോലെ എന്ത് ചെയ്യും? എനിക്ക് എന്റെ കൂടെ പരംധാമിൽ കൊണ്ടുപോവുക തന്നെ വേണം. തല്ലിയിട്ടായാലും സ്നേഹിച്ചായാലും കൊണ്ടുപോവുക തന്നെ വേണം. അജ്ഞാനികളെ തല്ലിയും നിങ്ങളെ സ്നേഹിച്ചും. ഇതുപോലെ ബാപ്ദാദ ഇപ്പോഴും പറയുന്നു,
എന്തു ചെയ്തായാലും ലോകത്തിനു മുന്നിൽ മഹാനാത്മാക്കൾക്ക് ഫരിഷ്ത രൂപത്തിൽ പ്രത്യക്ഷമാകുക തന്നെ വേണം. എങ്കിൽ തയ്യാറല്ലേ? ബാബ്ദാദ കേൾപ്പിച്ചില്ലേ? എന്തു ചെയ്തായാലും ആക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ പുതിയ ലോകം എങ്ങനെ വരും? ശരി, രണ്ടാമത്തെ കാര്യം എന്താണ് കണ്ടത്? വർഷത്തിന്റെ അവസാനമല്ലേ? നോക്കൂ, ബാബ്ദാദ ഭൂരിഭാഗം എന്ന വാക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ എന്നല്ല പറയുന്നത്, ഭൂരിഭാഗം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ് കണ്ടത്? എന്തുകൊണ്ടെന്നാൽ കാരണത്തെ നിവാരണം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നവനിർമ്മാണം ഉണ്ടാകും. രണ്ടാമത്തെ കാര്യമാണ് അലസത ഭിന്ന ഭിന്ന രൂപത്തിൽ കണ്ടു. ചിലരിലെല്ലാം വളരെ റോയലായ രൂപത്തിലും അലസത കണ്ടു. അലസതയ്ക്ക് കാരണം ഒരു വാക്കാണ്, എല്ലാം സ്വതവേ നടന്നോളും എന്ന ചിന്ത. കാരണം സാകാര രൂപത്തിൽ ഓരോരുത്തരുടെയും ഓരോ കർമ്മം കാണാൻ സാധിക്കില്ല. സാകാര ബ്രഹ്മാവിനും സാകാരത്തിൽ കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അവ്യക്ത രൂപത്തിൽ ആരുടെ ഏത് കർമ്മത്തെയും കാണാൻ സാധിക്കും. പരമാത്മാവിന് 1000 കണ്ണുകളുണ്ടെന്ന് പാടാറുണ്ട്. 1,00,000 കണ്ണുകളുണ്ട്, 1,00,000 കാതുകളുണ്ട്. അതിപ്പോൾ നിരാകാരനും അവ്യക്ത ബ്രഹ്മാവും രണ്ടുപേരും ഒരുമിച്ച് കാണുന്നു. എത്രയെല്ലാം ആരെല്ലാം മറച്ചുവെച്ചാലും മറച്ചുവെക്കുന്നതും റോയലാണ്, സാധാരണമായി അല്ല. അതിനാൽ അലസതയുടെ ഒന്ന് ഭാരിച്ച രൂപമുണ്ട്, ഒന്ന് സൂക്ഷ്മ രൂപമുണ്ട്. വാക്ക് രണ്ടിലും ഒന്ന് തന്നെയാണ്. എല്ലാം നടക്കുന്നുണ്ട്, എല്ലാം സംഭവിച്ചോളും. കണ്ടു എങ്കിലെന്താണ്? ഒന്നും സംഭവിക്കില്ല. ഇപ്പോൾ ഇങ്ങനെ പോകാം, പിന്നീട് നോക്കാം. ഇവ അലസതയുടെ സങ്കല്പങ്ങളാണ്. ബാബ്ദാദ വിചാരിച്ചാൽ എല്ലാവരെയും കേൾപ്പിക്കാൻ സാധിക്കും. എന്നാൽ കുറച്ചു മാനം കാക്കണമല്ലോ. അതിനാൽ ബാബ്ദാദയും മാനം കാക്കുന്നുണ്ട്. എന്നാൽ ഈ അലസത പുരുഷാർത്ഥത്തെ തീവ്രമാക്കുന്നില്ല, ബഹുമതിയോടെ പാസ്സാകാൻ അനുവദിക്കുന്നില്ല. എല്ലാം നടക്കും എന്ന് സ്വയം വിചാരിക്കുന്നത് പോലെ റിസൾട്ടിലും അത് തന്നെ നടക്കും. എന്നാൽ പറക്കില്ല. ഏത് 2 കാര്യങ്ങളാണ് കണ്ടത് എന്ന് കേട്ടില്ലേ? പരിവർത്തനത്തിൽ ഏതെങ്കിലും രൂപത്തിൽ ഓരോരുത്തരിലും വേറെ വേറെ രൂപത്തിൽ അലസതയുണ്ട്. ബാബ്ദാദ ആ സമയം ചിരിക്കുകയാണ്. കുട്ടികൾ പറയുന്നു, നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. ബാബ്ദാദയും പറയുന്നു, എന്ത് സംഭവിക്കും എന്ന് കണ്ടോളൂ. ഇന്ന് എന്തിനാണ് ഇതെല്ലാം കേൾപ്പിക്കുന്നത്? കാരണം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിർബന്ധമായും നിങ്ങൾക്ക് ആയിത്തീരുക തന്നെ വേണം. ആയിത്തീരുക തന്നെ ചെയ്യും. ഇന്ന് കുറച്ച് കഠിനമായി കേൾപ്പിച്ചു. കാരണം നിങ്ങൾ പ്ലാനുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ചെയ്യും, ഇത് ചെയ്യും. എന്നാൽ കാരണത്തെ നിവാരണം ചെയ്തില്ലെങ്കിൽ താൽക്കാലികമായി മാറും. പിന്നീട് എന്തെങ്കിലും കാര്യം വരികയാണെങ്കിൽ പറയും, അങ്ങനെയുള്ള കാര്യമായിരുന്നില്ലേ, കാരണവും അങ്ങനെയായിരുന്നു, എന്റെ കണക്ക് അങ്ങനെയാണ്. അതിനാൽ ആയിത്തീരുക തന്നെ വേണം. സ്വീകാര്യമാണോ? ടീച്ചർമാർക്ക് സ്വീകാര്യമാണോ? വിദേശികൾക്ക് സ്വീകാര്യമാണോ? ബാബ്ദാദ പറയുന്നു, ആയിത്തീരേണ്ടി വരും. പിന്നീട് പുതിയ നൂറ്റാണ്ടിൽ പറയും, ആയിത്തീർന്നു. ഇങ്ങനെയല്ല, ഇതിന് സമയം വേണം. എന്നാൽ ബാബ്ദാദ 1 വർഷം സമയം തരുന്നു. അപ്പോൾ സഹജമല്ലേ? സ്വസ്ഥമായി ചെയ്യൂ. ആരാം അല്ലെങ്കിൽ സ്വസ്ഥമെന്നാൽ ആ രാമൻ, അതായത് ബാബയെ ഓർമ്മിച്ച് ചെയ്യുക എന്നാണ്. ആ ഡൺലപ്പ്, അതായത് വിശ്രമം ചെയ്യരുത്.
ബാബ്ദാദയ്ക്ക് നിങ്ങളോടാണോ കൂടുതൽ സ്നേഹം, അതോ നിങ്ങൾക്ക് ബാബയോടാണോ കൂടുതൽ സ്നേഹം? ആർക്കാണ്? ബാബയ്ക്കോ അതോ നിങ്ങൾക്കോ? ബാബ്ദാദയ്ക്ക് നിങ്ങളിലെല്ലാം നിശ്ചയമുണ്ട്. അതായത് നിങ്ങൾ കുട്ടികളെല്ലാം സ്നേഹത്തിന് പകരമായി അവ്യക്ത ബ്രഹ്മബാബയ്ക്ക് സമാനം തീർച്ചയായും മാറും എന്ന്. മാറില്ലേ? ബാബ്ദാദ കുട്ടികളെ ഉപേക്ഷിക്കില്ല. സ്നേഹമുണ്ടല്ലോ. ആരോടാണോ സ്നേഹമുള്ളത് അവരുടെ കൂട്ട് ഉപേക്ഷിക്കുകയില്ല. ബ്രഹ്മബാബയ്ക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ കുട്ടികൾ എപ്പോൾ വരും എന്ന്. എങ്കിൽ സമാനമാകില്ലേ? ബ്രഹ്മബാബയുടെ ഒരു ആത്മീയ സംഭാഷണം കേൾപ്പിക്കുന്നു. ബ്രഹ്മബാബ ശിവബാബയോട് പറയുന്നു, കുട്ടികളെ കൊണ്ട് തീയതി നിശ്ചയിപ്പിക്കൂ. ഞാൻ ഏതുവരെ പ്രതീക്ഷിക്കും? ഈ തീയതി ഉറപ്പിക്കൂ. അപ്പോൾ ശിവബാബ എന്തു പറയും? പുഞ്ചിരിക്കുന്നു. ബാബ്ദാദ വീണ്ടും പറയുന്നു, കുട്ടികൾ തന്നെ തീയതി തീരുമാനിക്കണം. ബാബ്ദാദ ചെയ്യില്ല. ബ്രഹ്മബാബ വളരെയധികം ഓർമ്മിക്കുന്നുണ്ട്. എങ്കിൽ തീയതി തീരുമാനിക്കില്ലേ? പുതിയ വർഷത്തിൽ സമാനമാകുന്നതിനുള്ള ദൃഢസങ്കല്പം ചെയ്യൂ. ഞങ്ങൾക്ക് ഫരിഷ്ത ആകുക തന്നെ വേണം എന്ന ലക്ഷ്യം വയ്ക്കൂ. ഇപ്പോൾ പഴയ കാര്യങ്ങളെല്ലാം സമാപ്തമാക്കൂ. തന്റെ അനാദി ആദി സംസ്കാരങ്ങൾ പ്രത്യക്ഷമാക്കൂ. ഓർമ്മയിൽ വെക്കണം, ചുറ്റിക്കറങ്ങുമ്പോഴും ഞാൻ ബാബയ്ക്ക് സമാനം ഫരിഷ്തയാണ്. എനിക്ക് പഴയ സംസ്കാരങ്ങളോട് പഴയ കാര്യങ്ങളോട് യാതൊരു ബന്ധവുമില്ല. മനസ്സിലായോ? ഈ പരിവർത്തനത്തിന്റെ സംസ്കാരങ്ങൾക്ക് വെള്ളം നൽകിക്കൊണ്ടിരിക്കൂ. ബീജത്തിന് വെള്ളവും വെളിച്ചവും ആവശ്യമുണ്ട്. അപ്പോൾ ഫലം പുറത്തുവരുന്നു. അതിനാൽ ഈ സങ്കല്പത്തിന്, ബീജത്തിന് ഓർമ്മയാകുന്ന വെള്ളവും വെളിച്ചവും നൽകിക്കൊണ്ടിരിക്കൂ. വീണ്ടും വീണ്ടും ഓർമ്മ പുതുക്കൂ. ബാബ്ദാദയോടുള്ള എന്റെ പ്രതിജ്ഞ എന്താണ് എന്നത്. ശരി, 4 ഭാഗത്തുമുള്ള മഹാൻ ആത്മാക്കൾക്ക് സദാ പരിവർത്തന ശക്തിയെ ഓരോ സമയവും കാര്യത്തിൽ കൊണ്ടുവരുന്ന വിശ്വപരിവർത്തക ആത്മാക്കൾക്ക് സദാ ദൃഢനിശ്ചയത്തിന്റെ പ്രത്യക്ഷ സ്വരൂപം കാണിക്കുന്ന ബ്രാഹ്മണനിൽ നിന്ന് ഫരിഷ്തയാകുന്ന ആത്മാക്കൾക്ക് സദാ ഒരേ ഒരു ബാബ, രണ്ടാമതൊരാളില്ല, ബാബ് സമാൻ ആകുന്നവർക്ക് ബാബ്ദാദയുടെ സ്നേഹത്തിന് പകരം നൽകുന്ന മഹാവീര ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണയും നമസ്തേയും. 4 ഭാഗത്തുമുള്ള കുട്ടികൾക്ക് പുതിയ വർഷത്തിന്റെ, പുതിയ യുഗത്തിന്റെ, പുതിയ ജീവിതത്തിന്റെ ആശംസകൾ, ആശംസകൾ, ആശംസകൾ. ഈ പുതിയ വർഷത്തിൽ ബ്രഹ്മബാബയിലൂടെ ഉച്ചരിച്ച മഹാവാക്യം സദാ ഓർമ്മിക്കണം. നിരാകാരി, നിരഹങ്കാരി, കൂടെ നിർമ്മാണധാരി. സദാ വിനയത്തിന്റെയും നിർമ്മാണത്തിന്റെയും കർത്തവ്യം ബാലൻസ് ചെയ്ത് പറന്നുകൊണ്ടിരിക്കണം. ഈ വർഷം വിശേഷിച്ചും സ്വപരിവർത്തനത്തിന്റെ വിശേഷത കൂടെ വെച്ച് പറന്നുകൊണ്ടും പറത്തിക്കൊണ്ടും ഇരിക്കൂ. സദാ ബ്രഹ്മബാബയെ ഓരോ ചുവടിലും ഫോളോ ഫാദർ ചെയ്തുകൊണ്ടിരിക്കൂ. ആശംസകൾ, ആശംസകൾ, കോടി കോടി ആശംസകൾ. ശരി. വരദാനം: സ്വയത്തിന്റെ ചക്രത്തെ മനസ്സിലാക്കി ജ്ഞാനി തു ആത്മാവായി മാറുന്ന പ്രഭു പ്രിയരായി ഭവിക്കൂ. ആത്മാവിന് ഈ സൃഷ്ടി ചക്രത്തിൽ ഏതെല്ലാം പാർട്ടുണ്ട് അവയെ അറിയുക, അർത്ഥം സ്വദർശന ചക്രധാരി ആകുക. മുഴുവൻ ചക്രത്തിന്റെയും ജ്ഞാനം ബുദ്ധിയിൽ യഥാർത്ഥ രീതിയിൽ ധാരണ ചെയ്യുന്നത് തന്നെയാണ് സ്വദർശന ചക്രം കറക്കൽ. സ്വയത്തിന്റെ ചക്രത്തെ അറിയുക എന്നാൽ ജ്ഞാനി തു ആത്മാവ് ആകുക.
ഇതുപോലുള്ള ജ്ഞാനി ആത്മാക്കൾ തന്നെയാണ് പ്രഭു പ്രിയർ. അവർക്ക് മുന്നിൽ മായയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല. ഈ സ്വദർശന ചക്രം തന്നെയാണ് ഭാവിയിൽ ചക്രവർത്തി രാജാവ് ആക്കുന്നത്. സ്ലോഗൻ: ഓരോ കുട്ടിയും ബാപ് സമാൻ ആകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രജകൾ തയ്യാറാകും. ഓം ശാന്തി.